നമുക്ക് ഇന്ന് നമ്മളെ കഴിഞ്ഞ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയല്ലോ. അപ്പൊ ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങാം. സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, പുതിയ ചാപ്റ്ററിലോട്ട് പോവാം. അപ്പൊ നമ്മളെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡൈവേഴ്സിഫൈഡ് കൺട്രി ആണല്ലേ. ഒരുപാട് തരത്തിലുള്ള എന്താ പറയാ, നമ്മൾ പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം, ഒരുപാട് വൈവിധ്യങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. ഡൈവേഴ്സിഫൈഡ് കൺട്രിയാണ്. ഒരുപാട് ഭാഷ സംസാരിക്കുന്നവര്, ഒരുപാട് മതത്തിൽ വിശ്വസിക്കുന്നവര്, അതേപോലെ തന്നെ ഒരുപാട് സംസ്കാരങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നവര്, ഇങ്ങനെ പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു രാജ്യത്ത് എന്താ പറയാ, നമുക്കറിയാം ഇന്ത്യയിൽ എന്താണ്, ജനാധിപത്യമാണ് ഇന്ത്യ സ്വീകരിച്ചു പോകുന്ന ഒരു ഭരണ സംവിധാനം, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഭരണരീതി എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ അത്തരത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്തിന് ഒരു ഭരണഘടന അത്യാവശ്യമാണല്ലേ. അപ്പൊ നമ്മുടെ ഭരണഘടന നിങ്ങൾക്ക് അറിയാവോ, നമ്മുടെ ഭരണഘടനയുടെ ശില്പി ആരാണെന്ന് അറിയാവോ? BR അംബേദ്കർ. ഓക്കെ, BR അംബേദ്കർ. വെരി ഗുഡ്. ഓക്കെ, എപ്പോഴാണ് ഭരണഘടന ഫോം ചെയ്തത്? ജാനുവരി 26, 1956 അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ടല്ലോ. അപ്പൊ BR അംബേദ്കർ ആണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പി. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് പിന്നെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് ഒരു എന്താ പറയാ, ഒരു കോപ്പി പേസ്റ്റ് എന്ന് പറയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു എന്താ പറയാ, അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട്, അതേപോലെ തന്നെ റഷ്യൻ ഭരണഘടന, ഇങ്ങനെ ഒരുപാട് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരുപാട് എന്താ പറയാ ഘട്ടങ്ങളുണ്ട്, കുറെ ആർട്ടിക്കിൾസ്, അതേപോലെ തന്നെ കുറെ വകുപ്പുകള്, പിന്നെന്താണ് ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് മൗലികാവകാശങ്ങള്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, കർത്തവ്യങ്ങള്, പിന്നെ നിർദ്ദേശാന്ത തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രിയാമ്പിൾ ഉണ്ട്, അതായത് ആമുഖം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിന്റെ ഭാഗം പിക്ചർ ആയിട്ട് ആറ്റങ്ങ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? നമ്മുടെ ആ ഒരു പ്രിയാമ്പിൾ അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഭരണഘടനയിലെ മൊത്തം കാര്യങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു രത്ന ചുരുക്കമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. ഭരണഘടനയിൽ മൊത്തത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട് അതിന്റെ ഒരു രത്ന ചുരുക്കമാണ് ആ ഒരു പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ആമുഖത്തിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമാണ്, ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ ആയിരിക്കണം, ഈ ഭരണഘടന എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ആ ഒരു പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആ ഒരു ആമുഖത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് പോവാം. നിങ്ങൾക്ക് സ്ക്രീന് വിസിബിൾ ആണല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ? അപ്പൊ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ ആമുഖം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ, അതിൽ തന്നെ പറയേണ്ടത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മള് ഇന്ത്യയിലെ ജനങ്ങളാണ്, ഹാവിംഗ് സോളംലി റിസോൾവ് ദ കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൺട്രി ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺ, അതെല്ലാവർക്കും എന്താ ഉണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൺട്രി ആണ് ഇന്ത്യ. അത് മാത്രമല്ല അതിന് പുറമെ ആയിട്ട് ചില ഒബ്ജക്റ്റീവ്സും ഇന്ത്യൻ പ്രിയാമ്പിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ജസ്റ്റിസ്,
സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, പിന്നെ ലിബർട്ടി എന്തിനൊക്കെയാണ്? ലിബർട്ടി മീൻസ് ഫ്രീഡം, ലിബർട്ടി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ, ബിലീഫ്സ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. പിന്നെ പറയുന്നത് ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമത്വമാണ് അല്ലെ. ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്രൊമോട്ട് എമംഗ് ദം ഓൾ, എല്ലാവർക്കും തുല്യ സമത്വവും അതേപോലെ തന്നെ അവസര സമത്വവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രറ്റേണിറ്റി, എഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ലാൻഡ് ആണ് അല്ലെ. ഭയങ്കര വൈവിധ്യങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരുപാട് മതങ്ങള്, ഒരുപാട് ഭാഷകള്, ഒരുപാട് എന്താ പറയാ വിശ്വാസങ്ങള്, അങ്ങനെ ഒരുപാട് ആചാരങ്ങള്, ഒരുപാട് സംസ്കാരങ്ങള്, ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് ഇന്ത്യയില് എന്താ പറയാ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പൊ അതിന്റെ ഒക്കെ എന്താ പറയാ അഖണ്ഡതയും ഐക്യവും ഒക്കെ കാത്തു സംരക്ഷിക്കുക എന്നതും കൂടി നമ്മുടെ ഒരു ഭരണഘടന നമ്മള് പറയുന്നുണ്ട്. പിന്നെ അതിന്റെ മലയാളമാണിത്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആവിഷ്കാരം, അതായത് നമ്മൾ പറയണ്ടല്ലോ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നമുക്ക് എന്തും സംസാരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ആശയങ്ങളെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ അതാണ് അവിടെ പറയുന്നത്. നമുക്ക് ഏത് മതം വിശ്വസിക്കാനും ഏത് മതം സ്വീകരിക്കാനും ഭക്തി, ആരാധന എന്നിവയിലുള്ള സ്വാതന്ത്ര്യം, അതേപോലത്തെ സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം, പിന്നെ പറയുന്നത് എന്നിവ ഉറപ്പുവരുത്തുന്നതും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും, അതായത് ഐക്യം മീൻസ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഒരുപാട് വൈവിധ്യങ്ങളുടെ നാടാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആ വൈവിധ്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഇന്ത്യക്കാരാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലെ, ഒരു നാഷണൽ ഫീലിംഗ്, ഒരു വി ഫീലിംഗ് ഉണ്ട് എല്ലാവർക്കിടയിലും. നമ്മളൊക്കെ ഇന്ത്യക്കാരാണെന്നുള്ള ആ ഒരു വി ഫീലിംഗ്, അല്ലാതെ അവര് വേറെ മതസ്ഥരാണ്, അവർ ഇന്ത്യക്കാരാണെങ്കിൽ അവർ മറ്റേ മതസ്ഥരാണ് എന്നതിനപ്പുറത്തായിട്ട് നമുക്കൊക്കെ എന്തുണ്ട്? ഒരു വി ഫീലിംഗ് ഉണ്ട് അല്ലെ, ഒരു നാഷണാലിറ്റി ഫീലിംഗ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിന്റെ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഈ ഒരു പ്രിയാമ്പിൾ എന്തൊക്കെയാണ് സൂചിപ്പിച്ചതെന്ന് മനസ്സിലായോ? Yes, ma'am. Yes, ma'am. The preamble of Indian Constitution declared that the India is a sovereign, secular, socialist, secular and democratic republic. എന്തൊക്കെയാണ്? sovereign, secularist and sovereign, socialist, secular, democratic republic. മറന്നു പോവരുത്. sovereign, secularist, socialist, democratic republic. ഈ 4 കാര്യങ്ങൾ 1 2 3 4 5 കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഓർത്തു വെക്കുക. ഇറ്റ് ഓൾസോ എൻസേർട്ട് certain പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. അത് നമുക്ക് എന്തുകൂടി ഉറപ്പുവരുത്തുന്നുണ്ട്? ചില സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക് ഒബ്ജക്റ്റീവ് കൂടി നമുക്ക് പ്രയാമ്പിൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അതാണ് പറയുന്നത് സോഷ്യോ ആൻഡ് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു നീതി ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ, നമുക്ക് എന്താണ് ഇഷ്ടംപോലെ ചിന്തിക്കാനും നമുക്ക് ചിന്തിച്ചിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാനും അതേപോലെ തന്നെ വിശ്വസിക്കാനും ആരാധിക്കാനും ഭക്തിക്കും ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, നല്ല തുല്യ സമത്വവും അതേപോലെ തന്നെ സ്ഥാനമാനങ്ങളും കിട്ടാനുള്ള ആ ഒരു സമത്വവും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തന്നെ മെൻഷൻ ചെയ്തേക്കുന്നുണ്ട്. പിന്നെ അഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, നമ്മുടെ വ്യക്തിക്ക് എന്താ പറയാ അന്തസ്സുള്ള ആ ഒരു ജീവിതം അല്ലെങ്കിൽ വ്യക്തിയുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെയും നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശങ്ങളൊക്കെ നമുക്ക് ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അത് ഏതിലൂടെയൊക്കെയാണ് ഇത്തരത്തിൽ ഈ ഒരു ഒബ്ജക്റ്റീവ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് അതൊക്കെ പറയുന്നത്? അതാണ് പറയുന്നത് പ്രൊവിഷൻ ഫോർ അച്ചീവിംഗ് സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഒബ്ജക്റ്റീവ്. ഈ സോഷ്യൽ ഇക്കണോമിക് പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്, മറ്റൊന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ മൗലിക അവകാശങ്ങൾ. നമുക്ക് എല്ലാവർക്കും മൗലിക അവകാശങ്ങളുണ്ട് അല്ലെ? ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും മൗലികാവകാശങ്ങളുണ്ട്. ആ മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും എതിർക്കാൻ പറ്റില്ല, ആർക്കും അതിനെ തടയാൻ പറ്റില്ല. അതൊക്കെ എല്ലാ പൗരന്മാർക്കും നിക്ഷിപ്തമാക്കിയിട്ടുള്ള അവകാശങ്ങളാണ്. അതിനെ എതിർക്കാൻ ആർക്കും ഭരണകൂടത്തിന് പോലും അവകാശമില്ല. പിന്നെ പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതായത് നിർദ്ദേശാംഗ തത്വങ്ങൾ. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതായത് നമുക്ക് അങ്ങോട്ട് ഉണ്ടാകുന്ന, അതായത് ഒരു പൗരന് നമ്മുടെ രാജ്യത്തോട് ഉണ്ടാകുന്ന കർത്തവ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പൗരൻ എന്തൊക്കെ ചെയ്യണം, അതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇതാരാ വരയുന്നത് ചെറിയ മക്കളെ മാതിരി? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അല്ലെ? ഇന്ത്യയില് ഇന്ന മതസ്ഥര് മാത്രമാണ് പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇന്ത്യ എന്താ പറയാ, ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടേതായിട്ടുള്ള ഒരു ഭരണക്രമമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അല്ലെ? ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളെ വെച്ചുകൊണ്ട് ജനങ്ങളുടേതായിട്ടുള്ള ഭരണക്രമമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോൾ വേറൊരു പിന്നെ പ്രൈം മിനിസ്റ്റർ വരുമ്പോ അതിനെ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് തുടക്കത്തിലെ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോ നമുക്കറിയാം, ഇന്ത്യ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ചില സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉറപ്പുവരുത്തുന്നെന്നും പ്രഖ്യാപിക്കുന്നു. അതായത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വരുത്തുമെന്നും ഇന്ത്യൻ ഭരണഘടന പ്രഖ്യാപിക്കുന്നുണ്ട്. ആ സാമൂഹികവും സാമ്പത്തികവും എന്തൊക്കെയാണ്? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി, ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠതയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. നമുക്ക് ഇഷ്ടമുള്ളത് ചിന്തിക്കാനും ഇഷ്ടമുള്ളത് പ്രകടിപ്പിക്കാനും. അതായത് ഇപ്പോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രഥമ പൗരനായിട്ടുള്ള ആൾക്കാരെ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൈക്ക് വെട്ടി പ്രസംഗിച്ചിട്ട് നമുക്ക് തോന്നിയതൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് ഭരണഘടന തന്നിട്ടുള്ള ഒരു അവകാശമാണ്. നമുക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ പറയുന്നില്ല. നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പലപ്പോഴും നമ്മൾ റെസ്പെക്ട്, അതായത് ആൾക്കാരോടുള്ള ബഹുമാനാർത്ഥം ഒക്കെ നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും നമുക്ക് തോന്നിയത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അതിനെ നമുക്ക് നിയമപരമായിട്ട് പണിഷ് ചെയ്യാനുള്ള ഒരു അവകാശം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചിട്ട് ഇനി എല്ലാരും പോയി തെറിയൊന്നും പറയല്ലേ. പദവിയിലും അവസരത്തിലുള്ള സമത്വം, വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്നു. ഇത്രയുമാണ് നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചർ, സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ ഈ സോഷ്യോ ഇക്കണോമിക് പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് പറയുന്നത്, ഒന്ന് മൗലികാവകാശങ്ങളിലൂടെ, രണ്ടാമത്തെ നിർദ്ദേശാംഗ തത്വങ്ങളുടെ, മൂന്നാമത്തത് മൗലിക കർത്തവ്യങ്ങളിലൂടെ. അപ്പോ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ആ ഒരു പ്രിയാമ്പിളിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ലേ? ഓക്കെ. നമ്മൾ പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് മൗലിക അവകാശങ്ങള്. നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ് അല്ലെ? ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. അപ്പൊ ഇന്ത്യൻ സിറ്റിസൺസിലെ ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടന ചില അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ അവകാശങ്ങൾ ആർക്കും നിഷേധിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടുകാർക്ക് നിഷേധിക്കാൻ പാടില്ല, നാട്ടുകാർക്ക് നിഷേധിക്കാൻ പാടില്ല. നമ്മുടെ എന്താ പറയാ, ഈ ഇതുണ്ടല്ലോ,
ക്രമസമാധാന പാലികരാണല്ലോ പോലീസേഴ്സ്. അതേപോലെ ഒരു കോടതിക്കും, ഒരു പോലീസിനായിക്കോട്ടെ കോടതിക്കായിക്കോട്ടെ, ആർക്കും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളെയാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ചില സമയത്ത് അത് നിഷേധിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, നമ്മുടെ ഈ കൊറോണ ടൈം അല്ലെ, നമുക്ക് ഇന്ത്യൻ ഭരണഘടന പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ്, അതായത് മൗലിക അവകാശങ്ങളിൽ പെട്ടതാണ് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പോ ഈ കൊറോണ സീസണിൽ നമുക്ക് എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിന് എതിരായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കൊറോണ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. എന്നാൽ എല്ലായ്പ്പോഴും അത്തരം റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല. അങ്ങനത്തെ പിന്നെ സഡൻ ആയിട്ട് എമർജൻസി ആയിട്ട് വരുന്ന അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൗലികാവകാശങ്ങളെ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഒരാൾക്കും നിഷേധിക്കാനുള്ള അവകാശമില്ല. മനസ്സിലായോ? നമുക്കിപ്പോ കൊറോണ സീസണില് ഒരുപാട് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല, ലോക്കായിരിക്കും. അതേപോലെ തന്നെ ഒരു പോട്ടെ സംസ്ഥാനം വിട്ടിട്ട്, പോട്ടെ ജില്ല വിട്ടിട്ട് വരെ പോണെങ്കിൽ ഇന്റർ ഡിസ്ട്രിക്ട് പാസ്, അങ്ങനെ വ്യക്തമായ കാരണങ്ങൾ, പോട്ടെ തൊട്ടടുത്ത അങ്ങാടിയിലേക്ക് തന്നെ പോകണമെങ്കിൽ സത്യവാങ്മൂലം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമ്മളിപ്പോ ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങളും സ്കൂളിൽ പോകാനുള്ള അവകാശങ്ങളും അതൊക്കെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് പറ്റുന്നില്ല? ഇപ്പൊ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇത്തരത്തിൽ ഗവൺമെന്റ് അതിനൊക്കെ റെസ്ട്രിക്ഷൻ, അതായത് ഈ കൊറോണയുടെ പിന്നെ അതൊരു എപ്പിഡമിക് ഇതാണ്, അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇപ്പൊ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ ഈ കൊറോണയെ കുറിച്ചൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമുക്കിപ്പോ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. Fundamental rights are included in Part 3 of our Constitution. നമ്മുടെ ഭരണഘടനയിലെ പാർട്ട് 3 മൂന്നാം ഭാഗത്തിലാണ് ഈ മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. With a certain rights known as fundamental rights. അതായത് അതിൽ പ്രതിപാദിക്കപ്പെടുന്ന പ്രത്യേകമായിട്ടുള്ള ചില റൈറ്റ്സുകളെ, അല്ലെ ചില എന്താ പറയാ റൈറ്റ്സുകളെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അവകാശങ്ങളെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ് വിച്ച് cannot be denied to a person at any cost. അതായത് ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നിഷേധിക്കപ്പെടാൻ പറ്റാത്ത ഒരു അവകാശമാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. ദേ ആർ ഇൻവിറ്റബിൾ ഫോർ ദ ഹോൾ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതായത് ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അന്തസ്സായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ നല്ലൊരു ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അന്തസ്സുറ്റ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ് ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് വ്യക്തിക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, അതേപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള അവകാശമാണ്. എന്നാൽ മാത്രമേ ഓൾറൗണ്ട് ആയിട്ട് ഒരു വ്യക്തി വികസിക്കുകയുള്ളൂ, അല്ലെ, ഓൾറൗണ്ട് ഡെവലപ്മെന്റ്. അപ്പോൾ ഇത്തരത്തിൽ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് സാധിക്കണമെങ്കിൽ ചില അവകാശങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന റൈറ്റ്സ്, ചില റൈറ്റ്സുകൾ എല്ലാ സിറ്റിസൺസിനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. They are very essential for leading dignified life. അതായത് നല്ലൊരു ജീവിതം നയിക്കണമെങ്കിൽ ഈ ഫണ്ടമെന്റൽ റൈറ്റ് അത്യാവശ്യമാണ്. So fundamental rights and their protection are very important in democratic society. അതായത് അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരെങ്കിലും നമുക്ക് നിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ നിയമസാധുതക്ക് വേണ്ടി പോകാം. അപ്പൊ അതിനെ സംരക്ഷിക്കലും അതേപോലെ തന്നെ അത് എല്ലാവർക്കും ഉറപ്പുവരുത്തലും ഇന്ത്യൻ ഭരണഘടനയുടെ കടമയും കൂടെയാണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റിന്റെ സംരക്ഷണവും അത് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തലും ഇന്ത്യൻ ഭരണഘടനയുടെ കടമയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിച്ചെന്ന് പറഞ്ഞാണ്ട് ഒരു കോടതിയിൽ പോയിട്ട് കാര്യമില്ല. കാരണം നമ്മളിപ്പം പാസ് ചെയ്ത് പോകുന്നത് പാൻഡമിക് സിറ്റുവേഷനിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ് ഈ ഒരു ടൈമിൽ. ഓക്കെ, മനസ്സിലായോ? അപ്പോ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെയാണ്, അതായത് നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന്റെ, അതായത് നമ്മുടെ
ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു കോളനി ആയിരുന്നല്ലോ കുറെ കാലങ്ങളോളം ബ്രിട്ടന്റെ കോളനി ആയിരുന്നു ഇന്ത്യ. അപ്പൊ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ഭരിച്ചിരുന്നത്. നമുക്ക് ഒരുപാട് നമ്മുടെ എല്ലാ അവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് ഒരു അവകാശവും നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മളെ ബ്രിട്ടീഷുകാരുടെ അടിമകളെ പോലെ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ബ്രിട്ടീഷ് പാർലമെന്റിനോട് നെഹ്റു ഗവൺമെന്റ് എന്ന് പറയാൻ പാടില്ല, നെഹ്റു ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ചില അവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഇന്ത്യയിൽ അവർ ഒരു ഗസ്റ്റിനെ പോലെ അല്ലെങ്കിൽ ഒരു ട്രേഡേഴ്സ് ആയിട്ട് വന്നിട്ട് ക്രമേണ നമ്മുടെ അവകാശങ്ങളും അധികാരങ്ങളും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് എല്ലാ ഹയസ്റ്റ് പോസ്റ്റും അതേപോലെ തന്നെ അവരിവിടെ പുതിയ പുതിയ ലോസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇമ്പോസ് ചെയ്ത് നമ്മൾ ഒരു അടിമകളെ പോലെ ആക്കി. അപ്പൊ ആ സമയത്ത് നെഹ്റു ഒരുപാട് ഈ ഈ ബ്രിട്ടീഷുകാരോട് നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് ചില അവകാശങ്ങൾ തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അവകാശങ്ങൾ, അതായത് ചില അവകാശങ്ങൾ ഈ മൗലികാവകാശങ്ങളിൽ പെടുന്ന ചില അവകാശങ്ങളാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തത്. അപ്പോ നെഹ്റു കമ്മിറ്റിയുടെ ആ ഒരു റിപ്പോർട്ടും അതേപോലെ തന്നെ അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള മൗലികാവകാശങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. The framers of the constitution prepared the fundamental right based on Nehru Committee report on 1928. The Bill of Rights in the American Constitution also influenced the formation of our fundamental rights. അതായത് ഇന്ത്യയുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഏതിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇന്ത്യയുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് 1928 നെഹ്റു കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ട്, അതേപോലെ തന്നെ അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്. ഇതിൽ നിന്നും രണ്ടും കടം കൊണ്ടതാണ് ഇന്ത്യയുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ നമുക്ക് അതിന്റെ മലയാളം നോക്കാം. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് ഉൾപ്പെട്ടിട്ടിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശമാണ് മൗലികാവകാശങ്ങൾ. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ലാസ്റ്റ് വേറൊരു കാര്യം കൂടെ പറയാം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതിന്റെ കൂടെ തന്നെ എന്തും പറയുന്നുണ്ട്, ചില പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെടാം. ആർക്ക് നിഷേധിക്കപ്പെടാം? ഗവൺമെന്റ് നിഷേധിക്കപ്പെടുന്ന ചില സമയങ്ങളുണ്ട്. അതായത് ഇപ്പം കൊറോണ, അതേപോലെ തന്നെ എമർജൻസി, അതൊക്കെ പ്രഖ്യാപിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ടൈമിലൊക്കെ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ടുള്ള ഇന്ന കാര്യങ്ങൾ നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കോടതിയിലും പോയിട്ട് കാര്യമില്ല. പിന്നെ അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിന് അവ അത്യന്താപേക്ഷികമാണ്. ഫണ്ടമെന്റൽ റൈറ്റ് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം നല്ല ജീവിതം നയിക്കുന്നതിന് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അത്യന്താപേക്ഷികമാണ്. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾക്കും അവയുടെ സംരക്ഷണത്തിനും ഒരു ജനാധിപത്യ സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയത്. അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടിക, അതായത് ബിൽ ഓഫ് റൈറ്റ്, നമ്മുടെ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്, അതായത് അവകാശ പട്ടിക, അതേപോലെ തന്നെ 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മള് പ്രിയാമ്പിൾ പറഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞു. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്: റൈറ്റ് ടു ഈക്വാലിറ്റി. റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ സമത്വത്തിനുള്ള അവകാശം. അതായത് നമുക്ക് സമത്വം കിട്ടണം. അതായത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി മുതൽ ഇന്ത്യയിലെ താഴെത്തട്ടിലുള്ള നമ്മളെ പോലെയുള്ള പൗരന്മാർ അടക്കം എല്ലാവരും തുല്യരാണ്. എല്ലാവരും ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അതിപ്പോ പ്രധാനമന്ത്രിയാണ്, പിന്നെ അയാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിയമം മാറുന്നില്ല. എല്ലാവരും, അതായത് നമ്മൾ തെറ്റ് ചെയ്താലും പ്രധാനമന്ത്രി തെറ്റ് ചെയ്താലും രണ്ടും രണ്ടാണ്. പക്ഷെ ഇന്ന് നടക്കുന്നത് പലതും ആണെങ്കിലും ജനാധിപത്യ രാജ്യത്ത് ഓൾ ആർ ഈക്വൽ ബിഫോർ ദി ലോ. ഈക്വാലിറ്റി, റൈറ്റ് ടു ഈക്വാലിറ്റി, അതാണ് പറയുന്നത്. പിന്നെ റൈറ്റ് ടു ഫ്രീഡം, നമുക്ക് ചില സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും കൂടെ മൗലിക അവകാശങ്ങൾ പെടുന്നുണ്ട്. ഫസ്റ്റ് പറഞ്ഞത് റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. സെക്കൻഡ് വൺ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. നമ്മളെ പലരും ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെതിരെ നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ ആ ഒരു അവകാശം കൂടെ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് റൈറ്റ് ടു
ഫ്രീഡം ഓഫ് റിലീജിയൻ, നമുക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനുള്ള അവകാശം. അതായത് ഇപ്പം സമകാലികമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അല്ലെ, രണ്ട് മതസ്ഥരായിട്ട് ഇഷ്ടപ്പെടുകയും അവര് കല്യാണം കഴിക്കുകയും ചെയ്യുമ്പോൾ പാരന്റ്സ് കോടതിയിലൊക്കെ പോയിട്ട് കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോടതി എന്താ പറയുന്നത്, ഈ ഒരു അവകാശം വെച്ചിട്ടാണ്, ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനുള്ള അവകാശം എല്ലാ വ്യക്തിക്കും ഉണ്ട്. അപ്പൊ വ്യക്തികളോട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, അപ്പൊ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പോകുന്നത് നിങ്ങൾ കാണില്ലേ. അത് എന്തുകൊണ്ടാണ്, നമ്മുടെ അവകാശമാണത്. അപ്പൊ അതിനെ നിഷേധിക്കാൻ വീട്ടുകാർക്ക് അധികാരമില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഇന്നേ മതം സ്വീകരിക്കരുത് അല്ലെ നമ്മളോട് നിർബന്ധിപ്പിച്ച് മതം മാറ്റാനൊന്നും ആർക്കും അവകാശമില്ല. നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ മാത്രമല്ല അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം കൂടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ, അത് ഇന്ത്യൻ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾ അല്ലെ പ്രശ്ന പരിഹാരങ്ങൾ കിട്ടാനുള്ള അവകാശം. അതായത് നമ്മുടെ ഈ ഭരണഘടന ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ആരെങ്കിലും നിഷേധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതിനെതിരെ നമുക്ക് പോണം അല്ലെ, നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് ഭരണഘടനയെ സംബന്ധിച്ച് നമുക്ക് കോടതിയോ ആരോപണം നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവകാശം കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണുന്നതിനുള്ള അവകാശം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് ക്ലിയർ ആയോ മക്കൾക്ക്? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫസ്റ്റത്തെ അവകാശമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതായത് റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. Right to equality stand for abolishing social inequality and ഞാൻ ഇത് ഓർമ്മയില്ല, അവിടെ ഇത് കാണുന്നതുകൊണ്ട് right to equality stand for abolishing social inequalities and ensure equality, അതായത് നമ്മുടെ ഈ സമത്വത്തിനുള്ള അവകാശം എന്തിനു വേണ്ടിയിട്ടാണ്, സോഷ്യൽ ഇനീക്വാലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഇക്വാലിറ്റി എൻഷുർ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അതായത് ഒരുപാട് തരത്തിലുള്ള ഇനീക്വാലിറ്റി നമ്മൾ സഫർ ചെയ്യുന്നുണ്ട് അല്ലെ, ഒരുപാട് തരത്തിലുള്ള ഇനീക്വാലിറ്റി നമ്മൾ അനുഭവിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതായത് ജെൻഡർ ഇനീക്വാലിറ്റി, അതിൽ പ്രധാനപ്പെട്ടതാണ് ജെൻഡർ ഇനീക്വാലിറ്റി അല്ലെ. അതായത് നമ്മള് ആണും പെണ്ണും തുല്യരല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഇനീക്വാലിറ്റി നമ്മൾ സഫർ ചെയ്യുന്നില്ലേ. അതായത് ആണുങ്ങൾക്ക് ചില അവകാശം, അതിപ്പോ വീട്ടിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജെൻഡർ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. അനുഭവിക്കുന്നില്ലേ? ഇല്ലേ? പോയോ എല്ലാരും? എന്താ മിണ്ടാത്തെ? ഓക്കെ, അപ്പോ റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശത്തിൽ പറയുന്നത് എൻഷുർ ഈക്വാലിറ്റി ബിഫോർ ലോ, അതായത് ഈക്വൽ ലോ ഫോർ ഓൾ, അതായത് ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, അതാണ് പറയുന്നത് എൻഷുർ ഈക്വാലിറ്റി ബിഫോർ ലോ. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ആ ഒരു ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നാണ് റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ ഒന്നാമതായിട്ട് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, അതായത് നമ്മൾ ജനിച്ച സ്ഥലത്തിൽ ഒരു വ്യത്യാസം കാണിക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ സെക്സ് മീൻസ് മെയിൽ ഓർ ഫീമെയിൽ, പിന്നെ റേസ് വംശം, അതേപോലെ തന്നെ റിലീജിയൻ മതം, കാസ്റ്റ് ജാതി, ഇതിന്റെ ഒന്നും പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും നമ്മൾ പിന്നെ അനുഭവിക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഒരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ കൺട്രിയിൽ അനുവദിക്കാൻ പാടില്ല. നമ്മള് ഇപ്പൊ സൊസൈറ്റിയിൽ അനുഭവിച്ചു വരുന്ന ഡിസ്ക്രിമിനേഷൻ ആണ് ഒന്ന് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അതേപോലെ തന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ.
കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നമ്മൾ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. അങ്ങനെ ആരെങ്കിലും നമ്മൾ ഡിസ്ക്രിമിനേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാം. പിന്നെ പറയുന്നത് എൻഷുർ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. അതായത് ഗവൺമെന്റ് സർവീസുകൾ ഉണ്ടല്ലോ അല്ലെ, ഗവൺമെന്റ് എംപ്ലോയ്മെന്റ്സ്, അതായത് ഗവൺമെന്റ് ഉദ്യോഗങ്ങളിലെ എന്താ പറയാ, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. അത് ഇന്നേ കാസ്റ്റിലുള്ളവർക്ക് കുറെ ജോലി, അല്ലെങ്കിൽ ഇന്നേ മതത്തിൽപ്പെട്ടവർക്ക്, അങ്ങനെയൊന്നും അല്ലാതെ എല്ലാവർക്കും തുല്യമായിട്ട് ഇത്തരത്തില് എല്ലാ മേഖലകളിലും ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിൽ അത് നിഷേധിക്കപ്പെടുന്ന സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ റൈറ്റ് ടു ഈക്വാലിറ്റിയും ചില സാഹചര്യങ്ങൾ നമുക്ക് ഇതേപോലെ തന്നെ പിന്നെ എന്താ പറയാ, ഇപ്പൊ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതേ സമയം തന്നെ ഈ സ്ത്രീകള്, അതേപോലെ തന്നെ കുട്ടികള്, പിന്നെ ആ മൈനോറിറ്റി വിഭാഗങ്ങൾ, അതായത് ചില മതത്തിന്റെയും അല്ലെങ്കിൽ SC ST ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടികജാതി പട്ടികവർഗം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ളവർക്കൊക്കെ ഈ കുറച്ച് കൂടുതൽ പരിഗണന കൊടുക്കുന്ന കാണും. അപ്പൊ അതൊരിക്കലും എന്തല്ല ഇനീക്വാലിറ്റി അല്ല, അതിനെ ഒരിക്കലും ഇനീക്വാലിറ്റി ആയിട്ട് കാണാൻ പാടില്ല. അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ കുട്ടികളായിക്കോട്ടെ, കുട്ടികൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അപ്പൊ അവർക്ക് കുറച്ചൊരു പരിഗണന കൊടുക്കണം. അതേപോലെ തന്നെ സ്ത്രീകളെ ഈ പുരുഷന്മാർക്കൊപ്പം എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് പരിഗണന കൊടുത്താൽ മാത്രമേ അവരെ മുൻപന്തിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ മൈനോറിറ്റി വിഭാഗങ്ങൾ, ചില മതത്തിൽപ്പെട്ടവർക്കും അതേപോലെ തന്നെ ചില കാസ്റ്റിൽപ്പെട്ടവർക്കും ഒക്കെ ഇന്ത്യൻ ഭരണഘടന ചില റിസർവേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഇത്ര മാർക്ക് മതി, അല്ലെങ്കിൽ അവർക്ക് ഇത്ര പൈസ അടച്ചാൽ മതി, അല്ലെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ ഉന്നമനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവരെ ഉന്നമനത്തിൽ എത്തിച്ചുകൊണ്ട് ഈക്വാലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരിക്കലും അങ്ങനെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സംവരണങ്ങളും പ്രത്യേകമായിട്ടുള്ള കൺസെഷനും ഒക്കെ കൊടുക്കുമ്പോൾ അതൊരിക്കലും ഇനീക്വാലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യരുത്. അത് ഈക്വാലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കൺസിഡറേഷനും റിസർവേഷനും ഒക്കെ കൊടുക്കുന്നത്. മനസ്സിലായോ? പിന്നെ പറഞ്ഞത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അത് ഇന്നില്ല, എന്നാലും ചില സ്ഥലത്തൊക്കെ ഇന്നും ഉണ്ടെന്ന് പറയപ്പെടുന്നു. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മ. പണ്ടൊക്കെ നമ്മുടെ ഒരു ഫ്യൂഡൽ സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ, കാസ്റ്റ് അടിസ്ഥാനത്തിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയാ ആൻഷ്യൻ പീരീഡിലൊക്കെ ആ ഒരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഷ്യൻ എന്ന് പറയില്ല, വേദിക് പീരീഡിലൊക്കെ ആ ഒരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. ലേറ്റർ വേദിക്ക് ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽപ്പെട്ടവരുടെ ആ ഒരു ടൈമിലാണ്, ഹിന്ദു റിലീജിയനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യമാണ്. അതായത് ഉയർന്ന ജാതിക്കാരെ താഴ്ന്ന ജാതിക്കാർ തൊട്ട് കഴിഞ്ഞാല് അത് അശുദ്ധിയായിപ്പം. തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്നത് അവര് പോകുന്ന വഴിയിലൂടെ പോകുമ്പോ നമ്മളൊന്ന് കണ്ണുകൊണ്ട് നോക്കിയാൽ പോലും അവർ അശുദ്ധമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അവര് പോകുമ്പോ മണിയൊക്കെ മുഴക്കിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ മണി മുഴക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആരെങ്കിലും താഴ്ന്ന ജാതിക്കാർ ആ വഴിയിലുണ്ടെങ്കിൽ അവര് മാറി നിൽക്കണം എന്നാണ്. അത്തരത്തിലുള്ള മണിയൊച്ച കേൾക്കുമ്പോൾ അവര് മാറി നിൽക്കണം. അപ്പൊ മാറി നിന്ന് കഴിഞ്ഞാൽ ഇവര് അശുദ്ധമാവില്ല. കാരണം മാറി നിൽക്കുമ്പോ അവര് ഒരു മണിയൊച്ചയുടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന ജാതിക്കാർ വരുന്നുണ്ട്, നിങ്ങൾ ഈ വഴിയിൽ നിന്ന് മാറിക്കോ, മാറിയിട്ടില്ലെങ്കിൽ അശുദ്ധമാവും. അശുദ്ധമായി കഴിഞ്ഞാൽ ആരാണോ നോക്കിയത് അവർക്ക് പണിഷ് ചെയ്യും, അവരെ പണിഷ് ചെയ്യും. അപ്പൊ അതാണ്. അപ്പൊ അത്തരത്തിലുള്ള അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടൊരുകൂടായ്മ നിർത്തലാക്കി. അങ്ങനെയുള്ള സംഭവം ഒന്നും വേണ്ട. എല്ലാവരും തുല്യരാണ്. സ്ഥാനമാനങ്ങളും വലിപ്പ ചെറുപ്പമില്ല. അവർ ഉയർന്ന ജാതി, ഇവര് താഴ്ന്ന ജാതി എന്നൊരു വ്യത്യാസമൊന്നുമില്ല. ആ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്ന ആ ഒരു സംഭവം കൂടെ ഇല്ലാതാക്കി. അതാണ് റൈറ്റ് ടു ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. പിന്നെ അബോളിഷൻ ഓഫ് ടൈറ്റിൽ, സ്ഥാനമാനങ്ങൾ. അതായത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു കാലത്തൊക്കെ നമ്മൾ എന്തെങ്കിലും പറയുന്ന അത്തരത്തിലുള്ള പദവികളൊന്നും നമ്മൾ സ്വീകരിക്കരുത്. അതാണ് പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? ഗിവിംഗ് പ്രിഫറൻസസ് ടു വുമൺ, ചിൽഡ്രൻ ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ്സസ്. ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ചില മൈനോറിറ്റി ഗ്രൂപ്പ്സ് ലൈക്ക് SC ST, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഈസ് നോട്ട് അഗൈൻസ്റ്റ് റൈറ്റ് ഓഫ് ഇക്വാലിറ്റി. അതായത് ഇത്തരത്തിലുള്ള വുമൺസ്, ചിൽഡ്രൻ, ബാക്ക്വേർഡ് കാസ്റ്റ് ഇവർക്കൊക്കെ ചിലപ്പോൾ പ്രിഫറൻസ് കൊടുക്കും. അത് എന്തിനെതിരല്ല? ഈക്വാലിറ്റിക്ക് എതിരല്ല, ഒരിക്കലും എതിരല്ല. എന്തുകൊണ്ടാണ് അത് കൊടുക്കുന്നത്? ബൈ ഗിവിംഗ് പ്രിഫറൻസ്. അവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനീക്വാലിറ്റി
can be cap b എന്നായി പോയിട്ടുണ്ട് കേട്ടോ. ഇനീക്വാലിറ്റി can be avoided and equality can establish. അതായത് അവരോട് ഇപ്പൊ എന്താണ്, അവര് താഴ്ന്ന ജാതിക്കാരാണ്, അല്ലെങ്കിൽ അവര് കുട്ടികളാണ്, അവര് സ്ത്രീകളാണ് എന്ന് പറഞ്ഞിട്ട് പല ഇടങ്ങളിലും മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അപ്പൊ ആ മാറ്റി നിർത്തപ്പെടൽ ഒഴിവാക്കിയിട്ട് അവർക്ക് ഇത്തരത്തിലുള്ള പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ മുന്നോട്ട് വരും. അതായത് ഇപ്പൊ ഒരു SC/ST ഒരു സ്കൂളിൽ അഡ്മിഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പഠിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് മുന്നോട്ട് വരും. അതായത് ഗവൺമെന്റ് അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല, അവര് താണിട്ട് തന്നെ എപ്പോഴും അങ്ങനെ അങ്ങ് നിന്ന് പോകും. അപ്പൊ അത്തരത്തിലുള്ള പ്രിഫറൻസ് ഒക്കെ കൊടുക്കാനുള്ള കാരണം ഇനീക്വാലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, ഈക്വാലിറ്റി ഉറപ്പുവരുത്താനും കൂടി വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പോ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ടു ഫ്രീഡം. അപ്പൊ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമുക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ, അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ ചില സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് എന്തിനൊക്കെയുള്ള ഫ്രീഡംസ് ആണെന്ന് നോക്കാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണാൻ നെഹ്റു പ്രസംഗിക്കുന്നത് അല്ലെ. അപ്പോ എല്ലാവർക്കും നമുക്ക് തോന്നിയ കാര്യങ്ങളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമുക്ക് നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ, അല്ലെ നമുക്ക് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം അടുത്ത പറയുന്നത്. നമുക്ക് എന്തും നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ഒപ്പീനിയൻസ്, ഇതൊക്കെ ഷെയർ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആൾക്കും അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ റിയാക്ട് ചെയ്യാനോ പാടില്ല. അപ്പോ ചില സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാവുന്ന തരത്തിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണിഷബിൾ ആയിരിക്കും. അപ്പോ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമുക്ക് അതായത് സംസാരിക്കാനും അതേപോലെ തന്നെ ആശയപ്രകടനം നടത്താനും അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെയുള്ള അവകാശം നമ്മുടെ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്. അതായത് നമുക്ക് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. എങ്ങനെയൊക്കെ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്? പീസ്ഫുള്ളി, സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ വിത്തൗട്ട് ആംസ്, ആയുധങ്ങളൊന്നുമില്ലാതെ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എന്ന് വെച്ചിട്ട് നമുക്ക് സമ്മേളിക്കുന്ന സമയത്ത് സമാധാനരഹിതമായിട്ട് സമ്മേളിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. അപ്പൊ അത്തരത്തിൽ സമാധാനപരമല്ലാത്ത ഒരു സമ്മേളനമാണെങ്കിൽ അതിനെതിരെ പണിഷബിൾ ആയിരിക്കും, അതൊക്കെ പണിഷബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ എന്തെന്നെ ഒരു സമ്മേളനം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പോലീസ് സെക്യൂരിറ്റി കാണുന്നുണ്ടല്ലോ. അതെന്ത് വേണ്ടിയിട്ടാണ്? നമ്മുടെ ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു സമ്മേളനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പോലീസ് സെക്യൂരിറ്റി നമുക്ക്. അതായത് ഏതൊരു സമ്മേളനം ആയിക്കോട്ടെ, ഏതൊരു രാഷ്ട്രീയ പാർട്ടിന്റെ കാര്യമായിക്കോട്ടെ, ഒരു പോലീസ് ജീപ്പ് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോ ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, സമാധാനപരമായിട്ട് ആയുധരഹിതരായിട്ട്, ആയുധമൊന്നുമില്ലാതെ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ നമുക്ക് തരുന്ന അവകാശമാണ്. മനസ്സിലായോ? പിന്നെ പറയുന്നത് ഫ്രീഡം ടു ഫോം അസോസിയേഷൻ. അതായത് നമുക്ക് ഇത്തരത്തിലുള്ള സംഘടനകൾ ഉണ്ടാക്കാനുള്ള ഒരു അവകാശം, സമ്മേളിക്കാനുള്ള അവകാശം ഞാൻ പറഞ്ഞു. ഇനി സംഘടനകൾ ഉണ്ടാക്കാനുള്ള അവകാശം. ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരുപാട് പാർട്ടികൾ ഉണ്ടായിട്ടുണ്ടല്ലേ. അതായത് പണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഫസ്റ്റ് ആണെങ്കിൽ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കോൺഗ്രസ് സ്പ്ലിറ്റ് ആയിട്ട് കമ്മ്യൂണിസം വരുന്നു, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗ് വരുന്നു. ഇന്നാണെങ്കിൽ ഇഷ്ടം പോലെ പാർട്ടികൾ, ഇഷ്ടം പോലെ ആൾക്കാർ, ഒരുപാട് തരത്തിലുള്ള പാർട്ടികൾ വന്നു അല്ലെ. അതൊക്കെ നമുക്ക് എന്താണ്, അതൊന്നും ആർക്കും നിഷേധിക്കാൻ പാടില്ല. നമുക്കൊക്കെ എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? അസോസിയേഷൻ ഫോം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിപ്പോ അസോസിയേഷൻ ചിലപ്പോ അത് അങ്ങനെ രാഷ്ട്രീയത്തിന്റെ കേസിൽ മാത്രമല്ല അസോസിയേഷൻ ഉള്ളത്. ഇപ്പൊ റൈഡേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാണ്ട് നമ്മളൊരു ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ചുറ്റുവട്ടം കൂടിയിട്ട് ചില ക്ലബ്ബുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അതേപോലെ ഒരുപാട് തരത്തിലുള്ള വുമൺസ് അസോസിയേഷൻസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ചില ഗ്രൂപ്പുകൾ, അതായത്
കളിയുടെ ബേസിൽ, അതായത് ചില ക്രിക്കറ്റ് അതേപോലെ ഫുട്ബോൾ അങ്ങനെ ടൂർണമെന്റ് അതിന്റെ ഒക്കെ ബേസിൽ അസോസിയേഷൻസ് ഉണ്ടാക്കണം. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അസോസിയേഷൻസ്. അപ്പൊ അസോസിയേഷൻസ് ഉണ്ടാക്കാനുള്ള ഒരു അവകാശം കൂടെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഫ്രീഡം ടു ട്രാവൽ എനിവേർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ ആർക്കും എന്തില്ല, അവകാശമില്ല. പക്ഷെ ഇപ്പോ ഈ ഒരു സമയത്ത് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പലവട്ടം അല്ലെ നമ്മുടെ ഈ ഒരു എന്താ പറയാ, ഇന്ത്യയിൽ എവിടെ പോയിട്ട് നമുക്ക് തൊട്ടപ്പുറത്തുള്ള അങ്ങാടിയിൽ വരെ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കൊറോണയുടെ സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അത് പകർച്ചവ്യാധിയാവും. അപ്പൊ നമ്മുടെ എന്താ പറയാ, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സമയത്ത്, അതുപോലെ അത്തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള സമയങ്ങളിൽ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വെക്കാനുള്ള കടമ ഗവൺമെന്റിനുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ മൗലികാവകാശങ്ങൾ നിഷേധിച്ചു എന്ന് പറഞ്ഞാണ്ട് കോടതിയിലോ പോലീസിന്റെ അടുക്കോ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനോട് സഹകരിച്ചു പോവാം. ഓക്കെ. അപ്പൊ ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാൻ, ഇന്ത്യക്ക് പുറത്ത് സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? പാസ്പോർട്ട് വേണമല്ലേ. പക്ഷെ ഇന്ത്യയിൽ എവിടെ സഞ്ചരിക്കാനും പാസ്പോർട്ടിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യയിൽ എവിടെയും ഇന്ത്യൻ പൗരന്മാർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ അതിനെ നിഷേധിക്കാൻ ഒരാൾക്കും അവകാശമില്ല. നമ്മളെ അടുത്ത് പൈസ ഉണ്ടോ, നമുക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടോ, അംബിഷൻസ് ഉണ്ടോ, നമുക്ക് പോവാം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? നെക്സ്റ്റ്, ഫ്രീഡം ടു ക്യാരി ഇൻ എനി ഓക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. നമുക്ക് ഇഷ്ടമുള്ള ജോലി സ്വീകരിക്കാൻ, നമുക്ക് ഇഷ്ടമുള്ള കച്ചവടം നടത്താൻ, നമുക്ക് ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യാൻ ഒക്കെയുള്ള അവകാശം ആർക്കുണ്ട്? നമുക്കുണ്ട്. നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പെട്ടതാണ് നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ. നമ്മളെ വീട്ടുകാർ പറയായിരിക്കും, നീ എന്തിനാ ആ പണിക്ക് പോകുന്നതല്ലേ, നീ ആ ജോലി ഉപേക്ഷിക്കല്ലേ, ഈ ജോലി അത് അത്ര കൊള്ളില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു അന്തസ് ഉണ്ട് അല്ലെ, അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. അപ്പോ നമ്മൾ എന്ത് ജോലി സ്വീകരിച്ചാലും അത് കക്കരുത്, അങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നും ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. ഏത് ജോലിക്കായിക്കോട്ടെ അതിന് വലിപ്പ ചെറുപ്പമൊന്നുമില്ല. നമ്മൾ ഏത് ജോലിയും അന്തസ്സുള്ളതാണ്. അപ്പോൾ ഏത് ജോലി സ്വീകരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതേപോലെ എന്ത് കച്ചവടം ചെയ്യാനും എന്ത് ബിസിനസ് ചെയ്യാനും. ചില കച്ചവടങ്ങൾ ചെയ്യുമ്പോൾ ചില ലൈസൻസ് ഒക്കെ നമുക്ക്, അതായത് അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യപ്പെടും? ശിക്ഷിക്കപ്പെടും. അതായത് ഒരു ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് പലതരത്തിലുള്ള ലൈസൻസുകൾ ഉണ്ട്. ഇപ്പൊ ഫുഡിന്റെ ഒക്കെ ആണെങ്കിൽ ഫുഡിന്റെ ലൈസൻസ് വേറെ തന്നെയാണ്, അതിന്റെ വെള്ളം ചെക്ക് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ട്രേഡ് ചെയ്യാനും എന്ത് ബിസിനസ് ചെയ്യാനും എന്ത് ഒക്യുപ്പേഷൻ സ്വീകരിക്കാനുള്ള അവകാശം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് നമുക്ക് ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതായത് നമുക്ക് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടല്ലേ. നമ്മുടെ ജീവന് ഭീഷണി, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൊന്നുകളയുന്നോ അല്ലെ വധഭീഷണിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ തരല് നമ്മുടെ ഭരണഘടനാപരമായിട്ട് നമുക്ക് നിയമപരമായിട്ട് പ്രൊട്ടക്ഷൻ കിട്ടൽ ആവശ്യമാണ്. അപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ലിബർട്ടി, അതേപോലെ തന്നെ റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള ഒരു അവകാശം, അതേപോലെ തന്നെ നമ്മുടെ സ്വത്തിനുള്ള അവകാശം, അങ്ങനെയുള്ള ഒരുപാട് അവകാശങ്ങളും കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും എന്ത് കൊടുക്കുന്നുണ്ട്? നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ആര് കൊടുക്കുന്നുണ്ട്? നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട് അല്ലെ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എവിടെയെങ്കിലും വിദ്യാഭ്യാസം നിഷേധിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നോ മാം. അപ്പൊ പിന്നെ അത് മാത്രല്ല, ആരെങ്കിലും 6 മുതൽ 14 വയസ്സിന്റെ ഇടയ്ക്ക് ആരെങ്കിലും സ്കൂളിൽ പോവാതെ വീട്ടിലിരിക്കാൻ പറ്റുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
അതായത് ഇപ്പൊ വീട്ടുകാരെ നീ സ്കൂൾ പോണ്ട, നീ അത്ര ഒന്നും പഠിക്കണ്ട, നീ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും വീട്ടിൽ നിർത്തരുത്. അത് ഇപ്പൊ നമുക്കറിയാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൂടി വന്നപ്പോ, അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഡിസാബിലിറ്റി ആയിട്ടുള്ള കുട്ടികളൊന്നും പണ്ടത്തെ കാലത്തൊന്നും നമ്മുടെ സ്കൂളിലും ക്ലാസ് റൂമിലും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വന്നു. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിസാബിലിറ്റി, നടക്കാൻ പറ്റാത്ത, കണ്ണ് കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്ക് വേറെ തന്നെ സ്കൂളുകളൊക്കെ കൊണ്ടുവന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്താണ്, അത്തരത്തിലുള്ള കുട്ടികളും സാധാരണ മെയിൻ സ്ട്രീമിലുള്ള കുട്ടികളൊപ്പം ഇരുത്താനുള്ള അവകാശം കൂടെ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അത്ര പോലെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ടുള്ള ഈ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പെടുന്ന 6 മുതൽ 14 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ എല്ലാവർക്കും ഗവൺമെന്റ് ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ടും അതേപോലെ നിർബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 മുതൽ 14 വയസ്സിന് ശേഷം, അതായത് ആഫ്റ്റർ 10th 10ാം ക്ലാസ്സിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, മാർക്കില്ലെങ്കിൽ പൈസ കൊടുത്ത് പഠിക്കണം. അപ്പൊ നമുക്ക് സൗജന്യമായിട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ കൂട്ട് കാര്യമില്ല. 6 മുതൽ 14 വയസ്സ്, അതായത് ആ ഒരു സമയത്ത് നമ്മള് 1 to 9th 10th ആ ഒരു ലെവൽ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല നമുക്ക് ഗവൺമെന്റിന് അല്ലെങ്കിൽ അതിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെയെങ്കിലും ഗവൺമെന്റ് ഏതെങ്കിലും സ്കൂളിൽ നമുക്ക് പഠിക്കാനുള്ള അവസരം അവർ ഒരുക്കി തരും. അതിനുശേഷം നമുക്ക് പഠിക്കണമെങ്കിൽ എന്തുണ്ട്, അതാണ് അത് പ്രാഥമിക വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹയർ എഡ്യൂക്കേഷന് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, പഠിക്കണം, നല്ല മാർക്കാണ്. അതുകൊണ്ട് നല്ലോണം പഠിച്ച മക്കളെ, അടുത്ത വർഷം നിങ്ങൾ പബ്ലിക് എക്സാമിനെ ഫേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നല്ലോണം പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല സ്കോർ കിട്ടൂ. നല്ല സ്കോർ കിട്ടിയാൽ മാത്രമേ അടുത്ത വർഷം മുതൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പഠിക്കൂലേ? ഓക്കെ. പ്രൊട്ടക്ഷൻ ഫ്രം ആർബിറ്ററി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, അതായത് നമുക്ക് ഒരു എന്താ പറയാ, മുന്നറിയിപ്പും ഇല്ലാതെയുള്ള അറസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതിനെതിരെയുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അവകാശം കൂടെ നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മുന്നറിയിപ്പൊന്നും ഇല്ലാതെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അറസ്റ്റ്, അതായത് അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയണം എന്താണ് കാരണം എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ വെറുതെ പോയിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നമുക്ക് സംസാരിക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ ആശയപ്രകടനം, ആശയവിനിമയം നടത്താനുള്ള ഒരു അവകാശം കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രീഡം ടു അസംബിൾ പീസ്ഫുൾ വിത്തൗട്ട് ആംസ്, അതായത് സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അത് എങ്ങനെയും കൂടി ആയിരിക്കണം, സമാധാനപരമായിരിക്കണം, ആയുധമൊന്നും ഇല്ലാതെ കൂടി ആയിരിക്കണം. പിന്നെ ഫ്രീഡം ടു ഫോം അസോസിയേഷൻ, സംഘടനകൾ ഉണ്ടാക്കാനുള്ള അവകാശങ്ങളുണ്ട്. പിന്നെ ഫ്രീഡം ടു ട്രാവൽ എനിവേർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ പറയുന്നത് ഫ്രീഡം ടു ക്യാരി ഇൻ എനി ഓക്യുപ്പേഷൻ, ഏത് ജോലി സ്വീകരിക്കാനുള്ളതും അതേപോലെ ഏത് കച്ചവടം നടത്താൻ, ഏത് ബിസിനസ് ചെയ്യാനുള്ള അവകാശം നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉറപ്പു തരുന്ന അവകാശങ്ങളാണ്. പിന്നെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിനും ജീവനും ജീവിക്കാനുള്ള ആ ഒരു അവകാശം കൂടെ എന്ത് തരുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്നതാണ്. പിന്നെ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6-14, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. നമ്മളുടെ വീട്ടുകാർ ആരെങ്കിലും ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ആരെങ്കിലും നിർബന്ധിച്ച് വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും. അപ്പൊ ആർക്കും ആ ഒരു അവകാശം നിഷേധിക്കാനുള്ള എന്താ പറയാ അവകാശമില്ല. ആർക്കും അതിനെ നിഷേധിക്കാൻ പാടില്ല. അങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് പണിഷബിൾ ആണ്. പിന്നെ പ്രൊട്ടക്ഷൻ ഫ്രം ആർബിറ്ററി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, അതായത് ഈ അറസ്റ്റുകൾ മുൻകൂട്ടി അറിയിക്കാതെയുള്ള അറസ്റ്റുകൾ, കാരണമില്ലാത്ത അറസ്റ്റുകൾ, അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം, സംരക്ഷണം തരുന്നതും നമ്മുടെ ഈ ഒരു മൗലികാവകാശത്തിൽ പെട്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നെക്സ്റ്റ് ഓക്കെ.
റൈറ്റ് ടു ഫ്രീഡം ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. അതായത് നമ്മുടെ ഡെമോക്രാറ്റിക്, അതായത് ജനാധിപത്യ രാജ്യത്ത് റൈറ്റ് ടു ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദ എബോവ് മെൻഷൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹെൽപ്പ് ഇൻ എംപവറിംഗ് ഡെമോക്രാറ്റിക് കൾച്ചർ ഇൻ ഇന്ത്യ. അതായത് ഈ നമ്മൾ മേലെ പറഞ്ഞിട്ടുള്ള ഈ റൈറ്റ് ടു ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ അവകാശങ്ങളില്ലേ, ആ ഒരു അവകാശങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ എംപവറിംഗ് ഡെമോക്രാറ്റിക് കൾച്ചർ ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ കൂടുതൽ ഉന്നതിയിലെത്തിക്കാൻ, എംപവറിംഗിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള റൈറ്റ് ടു ഫ്രീഡത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന അവകാശങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഓൾ ദസ് ആർ സബ്ജക്റ്റഡ് ടു റെസ്ട്രിക്ഷൻ. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ, ചില പ്രത്യേക സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ അവകാശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? ദേ കനോട്ട് ബി എൻജോയ്ഡ് സച്ച് എ വേ ടു കോസ് ട്രീറ്റ് ടു യു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഓഫ് ദ കൺട്രി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നമ്മുടെ മൗലികാവകാശങ്ങൾ ഉറപ്പ് തരുന്ന അവകാശമാണ്, റൈറ്റ് ടു ഫ്രീഡത്തിന്റെ ഭാഗമായിട്ട് തരുന്ന അവകാശമാണ് എന്ത്? എനിവർ, അതായത് ട്രാവൽ ടു എനിവർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പം ചില സമയത്ത് അത് നിഷേധിക്കേണ്ടി വരും, അതിന് ചില റെസ്ട്രിക്ഷൻസ് വെക്കേണ്ടി വരും. അപ്പം അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആയിട്ടുള്ള കൊറോണ ടൈം. അതേപോലെ ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള അവകാശങ്ങളിൽ ചില റെസ്ട്രിക്ഷൻസ് വെക്കേണ്ടി വരും. അപ്പൊ എന്ന് വെച്ചിട്ട് ആ സമയത്ത് നമുക്ക് ഇതിനെതിരെ സംസാരിക്കാനോ അല്ലെ ഇതിനെതിരെ റിയാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതിനോട് നമ്മൾ കോപ്പറേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന അവകാശം ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രിയുടെ കൾച്ചറൽ എംപവർമെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള റൈറ്റ് ടു ഫ്രീഡത്തിനുള്ള അവകാശങ്ങൾ ചില സന്ദർഭങ്ങളിൽ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നത് വെച്ചാൽ ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള റൈറ്റ്സ് ഒക്കെ ചില സന്ദർഭങ്ങളിൽ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ഇനി ലാസ്റ്റ് പറയുന്നതാണ് റൈറ്റ്, ഇത് കൂടെ നമുക്ക് പറയാൻ പറ്റും, 5 മിനിറ്റ് ബാക്കിയുണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചൂഷണം ചെയ്യുന്നുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ, അതായത് ഈ കുട്ടികൾ 6 മുതൽ 14 വയസ്സ് തന്നെയാണ് ഏജ് ഗ്രൂപ്പ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ ഈ എന്താ പറയാ ഖനികളിൽ കിണർ കുഴിക്കാൻ വിടുക. അതേപോലെ തന്നെ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, കാരണം വീടുകളിൽ പട്ടിണിയായിരുന്നു. അപ്പൊ ആ സമയത്ത് വിദ്യാഭ്യാസത്തിനുള്ള ഇതൊന്നും ആരും വിദ്യാഭ്യാസത്തിനൊന്നും ആ സമയത്ത് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഏർണിങ്സിന് വേണ്ടിയിട്ടാണ്, അതായത് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സമയത്തൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികളെയൊക്കെ പല ജോലിക്ക് വേണ്ടി വിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ അത്തരത്തിൽ അതിനു വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കാര്യം ഹാനിക്കപ്പെടും. ഏത് കാര്യം ഹാനിക്കപ്പെടും? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഈ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ചില ജോലിക്ക്, അതായത് ചൈൽഡ് ലേബർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ബാലവേല നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ബാലവേല അത് കുട്ടികളോടുള്ള ചൂഷണമാണ്. എന്തിനുള്ള ചൂഷണമാണ്? അതായത് അവർക്ക് ആ സമയത്ത് വിദ്യാഭ്യാസമാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസം നിഷേധിക്കുമ്പോൾ അത് അവരോടുള്ള വ്യക്തിപരമായിട്ടുള്ള ചൂഷണമാണ്, അവരെ മുതലെടുക്കാണ്. എന്താണ് മുതലെടുക്കുന്നത്? അവർക്ക്, അതായത് കുട്ടികൾക്ക് കുറഞ്ഞ വരുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല, കുറഞ്ഞ കൂലി മാത്രമേ കൊടുക്കേണ്ടുള്ളൂ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അത് മാക്സിമം കുട്ടികളെ ചൂഷണം ചെയ്യലാണ്. അവരുടെ ഒരു വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂടിയാണ് ആ ഒരു സമയത്ത് നിഷേധിക്കപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ ബാലവേല, ചൈൽഡ് ലേബർ, അതൊന്നും ചെയ്യാൻ പാടില്ല. അതാണ് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിലേക്ക് വരുന്നതാണ് ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിച്ചിട്ട് വേല ചെയ്യിപ്പിക്കലും അതേപോലെ തന്നെ തട്ടിക്കൊണ്ടുപോക്ക്. അതൊക്കെ എന്താണ്? റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്ന ഫോഴ്സ്ഡ് ലേബർ, ട്രാഫിക്കിംഗ് ഹ്യൂമൻ ബീയിങ് ആർ പ്രൊഹിബിറ്റഡ്. അതായത് തട്ടിക്കൊണ്ടുപോവുക, ഹ്യൂമൻ ബീങ്, അതായത് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഇനി ആരും പലപ്പോഴും കോമഡി ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്, എല്ലാം റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഈക്വാലിറ്റി അങ്ങനെയൊക്കെ കാണും. അതേപോലെ തന്നെ റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പലരും എഴുതി വെക്കുന്നത് കാണാം. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ബാക്കിനൊക്കെയും റൈറ്റ് ടു ആണ്. ഇതാണെങ്കിൽ റൈറ്റ് എഗെയിനിസ്റ്റ് ആണ്. റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ ചൂഷണം ചെയ്യാനുള്ള അവകാശമാണ്. അപ്പൊ ഒരിക്കലും അത് ശ്രദ്ധിക്കണം, നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റൈറ്റ് എഗെയിനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ.
നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ചില കുട്ടികൾ അങ്ങനെ എഴുതി വെക്കുന്ന കാണാം. കാരണം റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, അങ്ങനെ റൈറ്റ് ടു ഇങ്ങനെ കണ്ടുപോകുമ്പോൾ അവരെന്ത് ചെയ്യും, ചില കുട്ടികൾ റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ എഴുതി വെക്കും. അപ്പൊ അത് തെറ്റാണ്. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തുകൊണ്ട് തന്നെ എഴുതണം. ഒരിക്കലും അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ മാറി. അത് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തലങ്ങളിലോട്ടാണ് പോകുന്നത്. അപ്പോ റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ് ആർ പ്രൊഹിബിറ്റഡ്. അതായത് നിർബന്ധിച്ചിട്ട് ജോലി ചെയ്യിപ്പിക്കുക, അതേപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്ങിനെ, മനുഷ്യന്മാരെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോവുക, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് അതർ ഡേഞ്ചറസ് സെക്ടർ ആർ ഫോർബിഡൻ. അതായത് കുട്ടികളെ, അതേപോലെ തന്നെ കുട്ടികളെ കൊണ്ട് ഫാക്ടറികളിൽ പണിയെടുപ്പിക്കുക, പിന്നെ അതേപോലെ ഈ ഗനികൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്വർണ്ണമൊക്കെ കുഴിച്ചെടുക്കുന്ന ഗനികൾ, അതേപോലെ തന്നെ പെട്രോൾ പമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികളെ ഒന്നും പണിയെടുപ്പിക്കാൻ പാടില്ല. അപ്പൊ ഇത്രയാണ് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പൊ ഇന്നെടുത്ത ഭാഗങ്ങള് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? ഒന്നുകൂടെ പറയണോ? മനസ്സിലായി. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പ്രിയാമ്പിൾ ആണ്. പ്രിയാമ്പിളിൽ പറയുന്നത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ പറയുന്നത് നമ്മൾ ഈ ഒരു പ്രിയാമ്പിളില് ഈ പറഞ്ഞ ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ്. അത് ഫണ്ടമെന്റൽ റൈറ്റിലൂടെയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിലൂടെയും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലൂടെയും ഒക്കെയാണ് നമുക്കത് എൻഷുർ ചെയ്യുന്നത്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താന്ന് പറഞ്ഞു, എല്ലാവർക്കും ലഭിക്കണം, ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു അവകാശമാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. അത് ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ അതായത് ആർക്കും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശമാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് എങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ചാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് 1928, അതേപോലെ തന്നെ ബിൽ ഓഫ് റൈറ്റ്സ് അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റിൽ നിന്ന് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമ്മൾ ഇന്ന് 3 റൈറ്റ്സുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. പിന്നെ റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ വരുന്നതാണ് എൻഷുർ ഈക്വാലിറ്റി ബിഫോർ ലോ, എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യ സമത്വം ഉറപ്പുവരുത്തുക. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ക്ലാസ്, റിലീജിയൻ, കാസ്റ്റ്, സെക്സ്. അതായത് ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ കാസ്റ്റിന്റെ പേരിലോ, മതത്തിന്റെ പേരിലോ, ജാതിയുടെ പേരിലോ, ലിംഗത്തിന്റെ പേരിലോ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല. എൻഷുർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്, അതായത് ഗവൺമെന്റ് തൊഴിലിടങ്ങളിൽ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള അവസരങ്ങൾ ഉറപ്പുവരുത്തുക. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിർത്തലാക്കുക. പിന്നെ അബോളിഷൻ ഓഫ് ടൈറ്റിൽ, അതായത് സ്ഥാനമാനങ്ങൾ നൽകുന്നത് ഇല്ലാതാക്കുക, സ്ഥാനപ്പേരുകളാണ് കേട്ടോ, അതില്ലാതാക്കുക. പിന്നെ ഇത്തരത്തില് ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ബാക്ക്വേർഡ് ക്ലാസസിനും ഒക്കെ ചില പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീക്വാലിറ്റി ഇല്ലാതാക്കിയിട്ട് ഈക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരിക്കലും എന്താ പറയാ ഇനീക്വാലിറ്റി അല്ല, ഈക്വാലിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ റൈറ്റ് ടു ഫ്രീഡത്തെ കുറിച്ചിട്ട് പറഞ്ഞു. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, പിന്നെ നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും സംസാരിക്കാനുള്ള അവകാശമാണ്. ഫ്രീഡം ഓഫ് അസംബിൾ പീസ്ഫുൾ വിത്തൗട്ട് ആംസ്, അതായത് നമുക്ക് സമ്മേളിക്കാനുള്ള അവകാശമാണ്, സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള അവകാശമാണ്. ഫ്രീഡം ഓഫ് ഹോം അസോസിയേഷൻ, സംഘടനകൾ ഉണ്ടാക്കാനുള്ള അവകാശമാണ്. ഫ്രീഡം ടു ട്രാവൽ എനിവേർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം. ഫ്രീഡം ടു ക്യാരി ഇൻ എനി ഓക്യുപ്പേഷൻ, ട്രേഡ് ആൻഡ് ബിസിനസ്, അതായത് ഏത് ജോലി സ്വീകരിക്കാൻ, ഏത് പിന്നെ ട്രേഡും ബിസിനസ് ചെയ്യാനുള്ള അവകാശം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിനും ജീവനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14, 6 മുതൽ 14 വയസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഫ്രോം ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, അതായത് മുന്നറിയിപ്പിലൂടെ ഇല്ലാത്ത അറസ്റ്റുകൾ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെതിരെയൊക്കെ നമുക്ക് അവകാശമുണ്ട്. പിന്നെ റൈറ്റ് ടു ഫ്രീഡം ഈസ് വെരി ഇമ്പോർട്ടന്റ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്, അതായത് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അപ്പോ ഇത്തരത്തിലുള്ള റൈറ്റ്സ് എംപവറിംഗ് ഡെമോക്രാറ്റിക് കൾച്ചർ ഇൻ ഇന്ത്യ, അതായത് ഇത്തരത്തിലുള്ള റൈറ്റ് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. എംപവറിംഗ് ഡെമോക്രാറ്റിക് കൾച്ചറൽ ഇൻ ഇന്ത്യ. അറ്റ് ദ സെയിം ടൈം ഓൾ ദോസ് റൈറ്റ്സ് സബ്ജക്ട് ടു റെസ്ട്രിക്ഷൻ, അതായത് ഇതേ സമയം തന്നെ ഈ റൈറ്റ്സുകളൊക്കെ ചില സമയത്ത് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിന് എതിരാകുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അതിൽ വരുന്ന 2 കാര്യങ്ങളാണ് ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ട്രാഫിക്കിംഗ് ഹ്യൂമൻ ബീയിങ് ആർ പ്രോഹിബിറ്റഡ് ആണ്, നിയന്ത്രിച്ചിട്ടുണ്ട് അല്ലെ നിരോധിച്ചിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് അതർ ഡേഞ്ചറസ് സെക്ടർ ആർ ഫോർഹിഡൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് സമയം അതിക്രമിച്ചു. അപ്പൊ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you. Have a nice day. Thank you.